ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പെസഹകാലം 3-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ സംസാരിച്ച് വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ച ദൈവത്തെ അനുസ്മരിക്കുകയാണ്. അവിടെ അവരിങ്ങനെ ഈശോയോട് പറയുന്നുണ്ട്, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അപ്പോൾ ഈശോ മറുപടി പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത്. ഇത് പറയുമ്പോൾ അതിനൊരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഈ ഇസ്രായേൽ ജനത, ഹെബ്രായർ വിചാരിച്ചത് എങ്ങനെയാണ്, മോശ പറഞ്ഞതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും അപ്പം വന്നത്, മന്ന വർഷിക്കപ്പെട്ടത്. മോശയാണ് പ്രധാനപ്പെട്ട അവരുടെ ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വക്താവ് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ. മോശയാണ് ദൈവവും ജനവും തമ്മിലുള്ള ബന്ധത്തെ കണക്റ്റ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ മോശ പറഞ്ഞപ്പോൾ അപ്പം വന്നു. ഈശോ അതിന് തിരുത്തിക്കൊണ്ട് പറയുകയാണ്, മോശ പറഞ്ഞപ്പോൾ അപ്പം വന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ മോശയല്ല അപ്പം നൽകിയത്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന മോശ നിയമദാതാവാണ്. മോശ വഴി ദൈവം നിയമം നൽകി, ആ മോശയാണ് ഇതിനെല്ലാം കണക്റ്റ് ചെയ്യുന്നത്. എല്ലാം ശരി തന്നെ. പക്ഷേ എന്നാൽ ഇതാ പുതിയ മോശ എന്ന രീതിയിൽ ഈശോയെ പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ മോശയായ ഞാൻ, ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായ ഞാൻ, നിങ്ങളുടെ വക്താവായി ദൈവത്തോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന അപ്പം. അപ്പം ദൈവവും മനുഷ്യനും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്ന മോശ ഇടപെട്ടപ്പോൾ അപ്പം വന്നു. എന്നാൽ അതാണ് പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഈശോ തന്നെയാണ് അപ്പം. സ്വർഗത്തിൽ നിന്നും വന്ന അപ്പം ഈശോ തന്നെയാണ്. ആ അപ്പമാണ് സ്വർഗത്തെയും മനുഷ്യനെയും തമ്മിൽ, അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത്. പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം അഥവാ ഉടമ്പടി ആണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ കണക്റ്റ് ചെയ്തതെങ്കിൽ, പുതിയ നിയമത്തിൽ നിയമമല്ല, സ്നേഹമാണ് കണക്റ്റ് ചെയ്യുന്നത്. ആ സ്നേഹമാണ് ദിവ്യകാരുണ്യപ്പം. നിയമത്തിൻ്റെ അടയാളമാണ് മന്ന എങ്കിൽ, സ്നേഹത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. അപ്പോൾ പഴയ നിയമത്തിൽ മോശ, നിയമം, മന്ന. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു, സ്നേഹം, ദിവ്യകാരുണ്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ രീതിക്ക് നിയമം കൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്ന രീതിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ നിയമത്തിൻ്റെ രീതിക്ക് സ്നേഹം കൊണ്ട് ദിവ്യകാരുണ്യം വഴി ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാം, ദൈവവുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദിവ്യകാരുണ്യമാണ് സ്വർഗത്തെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത്, ഭൂമിയെ സ്വർഗത്തിലേക്കും എത്തിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ ആ സ്നേഹ ചൈതന്യം ഉൾക്കൊണ്ട് സ്വർഗവുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.